ഹമാസിന് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം ഒരിക്കൽ കൂടി. 10 ദിവസത്തെ സമയപരിധി ബന്ദിമോചനത്തിന് അനുവദിച്ച ഡൊണാൾഡ് ട്രംപ് ജനുവരി മാസം 20-ന് മുൻപ് ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിച്ചാൽ ഹമാസിന് ഭൂമിയിൽ ജീവനോടെ കഴിയാം. അല്ലാത്ത പക്ഷം ഹമാസിന്റെ ഒരു ഭീകരനെയും ഒരു നേതാവിനെയും ഭൂമുഖത്ത് ജീവനോടെ അവശേഷിപ്പിക്കില്ലെന്ന വമ്പൻ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഹമാസിന് നൽകിയിരിക്കുന്നത്. ഡെഡ് ലൈൻ ഹമാസിന് നൽകിക്കൊണ്ട് അവസാന അന്ത്യശാസനം നൽകുകയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിഡയിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഹമാസിന് അതിരൂക്ഷമായ ആക്രമണവും തിരിച്ചടിയും നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ട്രംപ് നൽകിയിരിക്കുന്നത്. വെറും 10 ദിവസം മാത്രമാണ് ഹമാസിന് മുന്നിൽ അവശേഷിക്കുന്നത്. 10 ദിവസത്തിനുള്ളിൽ അവർക്ക് ഭൂമിയിൽ ജീവിക്കണമോ നരകയാതന അനുഭവിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാം. ഇത് കേവലം ഗാസയിലെ ഹമാസിനെ പറ്റിയല്ല താൻ പറയുന്നത്, മറിച്ച് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലോ തുർക്കിയിലോ അൾജീരിയയിലോ എവിടെയെന്നിരിക്കട്ടെ, ലോകത്തെവിടെയും ഹമാസിന്റെ നേതാക്കന്മാർ പിന്നീട് സുരക്ഷിതരായിരിക്കില്ല. ഇത് പറയുന്നത് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ട്രംപാണെന്ന് ഓർക്കണം. ഇങ്ങനെ പോകുന്നു ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം. അതേസമയം ട്രംപിന്റെ ഏറ്റവും ഒടുവിലുള്ള മുന്നറിയിപ്പിനോട് ഹമാസിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. ഒസാമ ഹംദാൻ എന്ന ഹമാസിന്റെ നേതാക്കന്മാരിൽ പ്രമുഖനായ വ്യക്തിയാണിപ്പോൾ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. അൾജീരിയയിൽ നിന്നാണ് ഒസാമ ഹംദാന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് കാര്യങ്ങൾ കൃത്യമായി പഠിച്ച ശേഷം പ്രതികരിക്കണം. കാര്യങ്ങളിൽ ആരുടെ ഭാഗത്താണ് ന്യായമെന്ന കാര്യം അമേരിക്കൻ പ്രസിഡന്റ് മനസ്സിലാക്കണം. ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിക്കാൻ പാടില്ല. ഹമാസ് എന്ന സംഘടനയ്ക്ക് അമേരിക്ക എന്നല്ല ഇസ്രായേൽ എന്നല്ല ഒരു രാജ്യത്തെയും ഭയമില്ല. വെടിനിർത്തൽ ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറായിരുന്നു. എന്നാൽ വെടിനിർത്തൽ ചർച്ചകളെ ഏകപക്ഷീയമായി അട്ടിമറിച്ചത് ഇസ്രായേലാണ്. എന്നിട്ട് ഹമാസിനെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ലെന്നും ബന്ദിമോചനം സാധ്യമാകണമെങ്കിൽ ഹമാസ് മുന്നോട്ട് വെച്ച മുഴുവൻ നിബന്ധനകളും അംഗീകരിക്കേണ്ടി വരുമെന്നാണ് ഒസാമ ഹംദാൻ ഇപ്പോൾ അവസാനമായി വ്യക്തമാക്കിയിരിക്കുന്നത്. ബന്ദിമോചനം സാധ്യമാകണമെങ്കിൽ ഗാസയിൽ നിന്നും ഇസ്രായേലി സേന പരിപൂർണമായും പിന്മാറണം. ഗാസയുടെ അതിർത്തിയിൽ പോലും ഇസ്രായേലി സേനയുടെ സാന്നിധ്യം ഉണ്ടാകരുത്. അതുകൂടാതെ ഇസ്രായേൽ പിടിച്ചെടുത്ത പാലസ്തീൻ യുദ്ധ തടവുകാരെ മുഴുവൻ വിട്ടയക്കണം. അങ്ങനെയെങ്കിൽ കയ്യിലുള്ള തടവുകാരിൽ ആദ്യഘട്ടമായി 24 പേരെ വിട്ടയക്കാമെന്നാണ് ഹമാസ് ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ പലതവണ പറഞ്ഞതാണ്, അമേരിക്കയും പറഞ്ഞതാണ്. വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യുമ്പോൾ നിബന്ധനകൾ ഹമാസ് അല്ല തീരുമാനിക്കുന്നത്, നിബന്ധനകൾ തീരുമാനിക്കുന്നത് മധ്യസ്ഥ രാജ്യങ്ങളാണ്. ഇസ്രായേൽ മുന്നോട്ട് വച്ചത് ഏറ്റവും മാന്യമായ ഒരു നിബന്ധനയാണ് എന്ന് അമേരിക്ക നേരത്തെ പലവട്ടം പറഞ്ഞതാണ്. ഈ നിബന്ധന അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നെങ്കിൽ മാത്രം ഹമാസിന് ഈ ചർച്ചയിൽ തുടരാമെന്ന് നേരത്തെ അമേരിക്കയുടെ പ്രതിനിധി വ്യക്തമാക്കിയതുമാണ്. വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ ഹമാസിന് മേൽ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും ഒക്കെ കടുത്ത സമ്മർദ്ദം ഉണ്ടാകുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. കാരണം മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നത് പ്രധാനമായി ഈജിപ്തും ഖത്തറുമാണ്. മധ്യസ്ഥ ചർച്ചകൾ ഒരിടത്തേക്കും എത്തുന്നില്ല. കാരണം ഈ വെടിനിർത്തൽ കരാറിനോട് അനുകൂലമായോ പ്രതികൂലമായോ കൃത്യമായി പ്രതികരിക്കാൻ ഹമാസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ വെടിനിർത്തൽ കരാറിനോട് പ്രതികരിക്കണമെങ്കിൽ കയ്യിലുള്ള ബന്ദികൾ എവിടെയെന്ന് ഹമാസിന് അറിയണം. ഇപ്പോഴും കയ്യിൽ എത്ര ബന്ദികളുണ്ടെന്നോ അവർ എവിടെയെന്നോ ഹമാസിന്റെ നേതൃത്വത്തിന് കൃത്യമായി അറിയില്ല. യഹിയ സിൻവാർ എന്ന നേരത്തെയുള്ള ഹമാസിന്റെ മേധാവി കൊല്ലപ്പെട്ടതോടുകൂടി ആ രഹസ്യം അറിയാവുന്ന അപൂർവം ആളുകൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. അവരിൽ പലർക്കും മുഴുവൻ ബന്ദികളെയും എവിടെയാണ് ഒളിവിൽ പാർപ്പിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ബന്ദികൾക്ക് എന്ത് സംഭവിച്ചുവെന്നോ കൃത്യമായി പറയാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഒരു വെടിനിർത്തൽ ചർച്ചയിൽ മധ്യസ്ഥ ചർച്ചയിൽ ഞങ്ങൾ ഇത്രത്തോളം ബന്ദികളെ വിട്ടയക്കാം, ആ വിട്ടയക്കുന്ന ബന്ദികളുടെ പേരുകൾ ഇതാണ്, അവർ ഇപ്പോൾ ഉള്ളത് ഇന്ന പ്രദേശങ്ങളിലാണ്, ഇന്ന ദിവസം ഞങ്ങൾ ഈ ബന്ദികളെ വിട്ടയക്കാമെന്ന് ഹമാസിന് പറയണമെങ്കിൽ ഹമാസിന്റെ പക്കൽ കൃത്യമായ വിവരം വേണമല്ലോ. ഹമാസിന്റെ പക്കൽ നിലവിൽ കൃത്യമായ വിവരമില്ല എന്നുള്ളത് അമേരിക്കയ്ക്കും അറിയാം, ഇസ്രായേലിനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് 34 ബന്ദികളെ ആദ്യഘട്ടത്തിൽ വിട്ടയക്കണമെന്ന ആ നിലപാടിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നത്. വിട്ടയക്കേണ്ട ബന്ദികളുടെ പേരുകൾ സഹിതം കൃത്യമായി അമേരിക്കയ്ക്കൊപ്പം മധ്യസ്ഥ രാജ്യങ്ങൾക്കും ഇസ്രായേൽ നൽകി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യം വളരെ കൃത്യമാണ്. ഇസ്രായേലിൻ്റെ
ഭാഗം വളരെ കൃത്യമാണ്. ഇസ്രായേൽ പറയുന്നത് ബന്ദികളെ നിങ്ങൾ വിട്ടയക്കൂ, ഞങ്ങൾ വെടിനിർത്തൽ ചർച്ച ചെയ്യാം, ഞങ്ങളുടെ ഭാഗത്ത് യുദ്ധത്തടവുകാരായി പിടികൂടിയ ആളുകളെ വിട്ടയക്കാം, ഞങ്ങൾ പതിയെ 3 ഘട്ടമായി ഗാസയിൽ നിന്നും പൂർണ്ണമായും പിന്മാറാം. പക്ഷേ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നോ നെറ്റ്സാരിം ഇടനാഴിയിൽ നിന്നോ ഞങ്ങൾ പിന്മാറില്ല. ഈ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ നിന്ന് പിന്മാറും, ഞങ്ങൾ അതിർത്തികളിൽ തമ്പടിക്കും. രണ്ടാം ഘട്ടത്തിൽ ഞങ്ങൾ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും നെറ്റ്സാരിം ഇടനാഴിയിൽ നിന്നും ഞങ്ങൾ പിന്മാറി ഞങ്ങൾ അതിർത്തിയിൽ ഞങ്ങളുടെ നിലയുറപ്പിക്കും. മൂന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ഞങ്ങൾ ഇസ്രായേലിലേക്ക് പൂർണ്ണമായും മടങ്ങും. പക്ഷേ ഈ ഒന്നാം ഘട്ടം തന്നെ വിജയിച്ച് കിട്ടുമെന്നുള്ള ഉറപ്പ് ആർക്കും തന്നെയില്ല. ഹമാസിൻ്റെ ഏറ്റവും വലിയ ഭയം 34 ബന്ദികളെ ആദ്യഘട്ടത്തിൽ വിട്ടയച്ചാൽ അതിനു പിന്നാലെ ഇസ്രായേൽ സേന ഗാസയിലെ ഹമാസിനെ പരിപൂർണമായും ആക്രമിക്കും. പിന്നീട് ജീവനോടെ അധികം ആളുകൾ കയ്യിലില്ല എന്നുള്ള ഉറപ്പ് ഇസ്രായേൽ സേനയ്ക്കുണ്ടാകും. പിന്നീടൊരു ആക്രമണം ഇസ്രായേൽ സേന പുനരാരംഭിച്ചാൽ ഹമാസിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് ഹമാസിന് ഇപ്പോഴും അറിയാം. കയ്യിൽ ബന്ദികൾ ഉള്ളത് മാത്രമാണ് ഇപ്പോൾ ഹമാസിൻ്റെ ഏറ്റവും വലിയ പിടിവള്ളി. അതെപ്പോഴാണോ പൂർണ്ണമായും വിട്ടുപോകുന്നത് അടുത്ത നിമിഷം ഹമാസിൻ്റെ അന്ത്യമാണെന്ന് ഹമാസിൻ്റെ നേതൃത്വത്തിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് വെടിനിർത്തൽ ചർച്ചകൾ പരിപൂർണമായി ഒരു അന്ത്യത്തിലേക്ക് അടുക്കാതെ ഇത്തരത്തിൽ പല ഘട്ടങ്ങളിലായി തട്ടിത്തടഞ്ഞ് പോകുന്നത്. ഇത് ഹമാസിൻ്റെ ഒരു നിലപാട് തന്നെയാണ്. ഏറ്റവും ഒടുവിലായി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നു. ഹമാസിന് 10 ദിവസത്തെ സമയപരിധി അനുവദിച്ച് നൽകി അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ്. 10 ദിവസത്തെ ഡെഡ് ലൈൻ ഹമാസിന് നൽകിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 10 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും ബന്ദിമോചനം സാധ്യമായില്ലെങ്കിൽ ഹമാസിൻ്റെ അന്ത്യം കുറിക്കുമെന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ വമ്പൻ മുന്നറിയിപ്പ്. നരകതുല്യമായ യാതന ഹമാസിന് അനുഭവിക്കേണ്ടി വരും, ഹമാസിനെ പരിപൂർണമായി നശിപ്പിച്ചു കളയുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുകയാണ്.